അമേരിക്കയിലെ വിസ പ്രതിസന്ധി കാരണം മൈക്രോസോഫ്റ്റ് കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ മറ്റ് വലിയ കമ്പനികളും സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ വിസയുള്ള ജീവനക്കാർ രാജ്യം വിട്ട് യാത്ര ചെയ്യരുതെന്നാണ് മൈക്രോസോഫ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കയിലേക്ക് തിരികെ വരണമെങ്കിൽ അവരുടെ സ്വദേശത്ത് നിന്ന് വീണ്ടും വിസ സ്റ്റാമ്പ് ചെയ്യേണ്ടി വരും. ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് സോഷ്യൽ മീഡിയ പരിശോധനകൾ കർശനമാക്കിയതോടെ പല വിദേശ തൊഴിലാളികൾക്കും പ്രത്യേകിച്ച് H-1B വിസയുള്ളവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസിയുടെ കണക്കുകളനുസരിച്ച് ആദ്യത്തെ H-1B വിസ അനുമതികളിൽ മൈക്രോസോഫ്റ്റ് 3-ാം സ്ഥാനത്താണ്. അവർക്ക് 1394 അനുമതികൾ ലഭിച്ചിരുന്നു. തുടർച്ചയായ ജോലികൾക്കുള്ള H-1B വിസ അനുമതികൾ മൈക്രോസോഫ്റ്റ് 4863 എണ്ണവുമായി 1-ാം സ്ഥാനത്താണ്. മൈക്രോസോഫ്റ്റിന്റെ അസോസിയേറ്റ് ജനറൽ കൗൺസിൽ ഫോർ ഇമിഗ്രേഷൻ ആയ ജാക്ക് ചെൻ അമേരിക്കയിലെ ജീവനക്കാർക്ക് ഒരു മെമ്മോ അയച്ചിട്ടുണ്ട്. H-1B വിസയിലുള്ളവർക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിശദീകരിക്കുന്നതാണ് ഈ മെമ്മോ. ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ മെമ്മോയുടെ തലക്കെട്ട് H-1B ഓർ H-4 വിസ അപ്പോയിന്റ്മെന്റ് റീഷെഡ്യൂളിംഗ് സ്റ്റാമ്പിംഗ് കാലതാമസവും സംബന്ധിച്ച അപ്ഡേറ്റ് #1 എന്നായിരുന്നു. ചില US കോൺസുലേറ്റുകൾ നിലവിലുള്ള H-1B, H-4 വിസ അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കി മാസങ്ങളോളം നീട്ടിവെക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടെന്ന് ചെൻ മെമ്മോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചൈനയിലും ഹൈദരാബാദിലുമുള്ള കോൺസുലേറ്റുകളിലാണ് ഈ റീഷെഡ്യൂളിംഗ് അറിയിപ്പുകൾ കൂടുതലായി കാണുന്നത്. മറ്റ് ചില കോൺസുലേറ്റുകളിൽ നിന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. പുതിയ തീയതികൾ 2026 ജൂൺ വരെയാണ് നീട്ടിയിരിക്കുന്നത് എന്നാണ് ബിസിനസ് ഇൻസൈഡർ കണ്ട മെമ്മോയിൽ പറയുന്നത്. ഈ കാലതാമസങ്ങൾക്ക് കാരണം ഓപ്പറേഷൻ പരിമിതികളാണെന്ന് കമ്പനികളുടെ ഇമിഗ്രേഷൻ വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. സ്പെഷ്യാലിറ്റി ഒക്യുപ്പേഷൻ വിസയ്ക്കും H-4 ആശ്രിതർക്കുള്ള സോഷ്യൽ മീഡിയ പരിശോധനകളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയ ഈ പ്രഖ്യാപനം ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. സോഷ്യൽ മീഡിയ പരിശോധനകൾ വർദ്ധിച്ചതും US കോൺസുലേറ്റുകളുടെയും എംബസികളുടെയും ദൈനംദിന പ്രവർത്തനശേഷി കുറഞ്ഞതും കാരണം കാര്യമായ കാലതാമസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കോൺസുലേറ്റുകൾക്ക് പുതിയ പരിശോധനാ നടപടിക്രമങ്ങൾ നടപ്പിലാക്കാൻ സമയം ആവശ്യമായി വന്നിരിക്കാം എന്നും മൈക്രോസോഫ്റ്റ് അധികൃതർ പറയുന്നു. H-1B, H-4 വിസയുള്ളവർക്കും അപേക്ഷകർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ വിവരങ്ങൾ പൊതുവായി ലഭ്യമാകാൻ നിർദ്ദേശമുണ്ട്. ഇതിനു മുമ്പ് FJM വിഭാഗത്തിലുള്ള വിസകൾക്കും സമാനമായ നിർദ്ദേശങ്ങൾ വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിലെ അനിശ്ചിതത്വം വ്യക്തമാക്കിക്കൊണ്ട് ചെൻ മെമ്മോയിൽ എഴുതി, ഇതുവരെ മാറ്റം വരാത്ത വിസ അപ്പോയിന്റ്മെന്റുകൾ ഉള്ളവർക്ക് റീഷെഡ്യൂളിംഗ് തുടരുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. റിപ്പോർട്ട് ചെയ്ത മെമ്മോയിൽ വിദേശത്ത് അപ്പോയിന്റ്മെന്റുകൾക്കായി പോയ ചില മൈക്രോസോഫ്റ്റ് ജീവനക്കാർക്ക് മുന്നറിയിപ്പില്ലാതെ റീഷെഡ്യൂളിംഗ് നോട്ടീസുകൾ ലഭിച്ചതായും മറ്റു ചിലർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത് ലഭിച്ചതായും ചെൻ സൂചിപ്പിച്ചു. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളിലെ കർശന നടപടികൾ കാരണം ഈ സാഹചര്യം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ അദ്ദേഹം ഒരു പ്രാഥമിക മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നിലവിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ളതും പുതിയ വിസ സ്റ്റാമ്പ് ആവശ്യമുള്ളതും H-1B വിസ അപ്പോയിന്റ്മെന്റ് മാസങ്ങളോളം വൈകുമെന്ന് അറിയിപ്പ് ലഭിച്ചതുമായ എല്ലാ നോൺ ഇമിഗ്രന്റ് ജീവനക്കാരെയും മൈക്രോസോഫ്റ്റ് ബന്ധപ്പെടുമെന്ന് മെമ്മോയിൽ പറയുന്നു. H-1B വിസ അപ്പോയിന്റ്മെന്റുകൾ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടെങ്കിലും നിലവിലെ വിസ സ്റ്റാമ്പ് കുറച്ചു കാലത്തേക്ക് സാധുവായിരിക്കുന്ന H-1B ജീവനക്കാർക്ക് അവരുടെ നിലവിലെ വിസ കാലാവധി തീരുന്നതിന് മുമ്പ് അമേരിക്കയിലേക്ക് തിരികെ വരാൻ മൈക്രോസോഫ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് അവരുടെ വിസ ഉടൻ കാലഹരണപ്പെടുന്നതിനാൽ അമേരിക്കയിലേക്ക് തിരികെ വരാൻ അപ്പോയിന്റ്മെന്റ് എടുത്തവർക്ക് ബാധകമാണ്. അല്ലാതെ യാത്ര പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുത്തവർക്കല്ല എന്നും മെമ്മോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയിൽ തുടരുന്ന ചില ജീവനക്കാരോട് അവരുടെ യാത്രാ പദ്ധതികൾ മാറ്റിവെക്കാൻ കമ്പനി നിർദ്ദേശിച്ചു. വരാനിരിക്കുന്ന യാത്രകൾക്ക് ശേഷം തിരികെ വരാൻ വിസ ആവശ്യമുള്ളതും അവരുടെ H-1B വിസ അപ്പോയിന്റ്മെന്റുകൾ മാസങ്ങളോളം വൈകിയതുമായ വിസ ഉടമകൾക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുതിയ വിസ സ്റ്റാമ്പ് ലഭിക്കുന്നത് വരെ നിങ്ങൾക്ക് തിരികെ വരാൻ കഴിയില്ല. അപ്പോയിന്റ്മെന്റ് നേരത്തെയാക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ ആ കാലയളവിൽ നിങ്ങളുടെ US ജോലിക്കുള്ള നിങ്ങളുടെ കഴിവുകൾക്ക് പരിമിതികളുണ്ട്. മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ മൊബിലിറ്റി പെറോൾ ആൻഡ് ടാക്സ് കോംപ്ലയൻസ് പോളിസി പരിശോധിക്കുക എന്ന് മെമ്മോയിൽ പറയുന്നു. രണ്ടാമത്തെ വിഭാഗത്തിലുള്ള വിസ ഉടമകൾ, അതായത് അമേരിക്കയിൽ തുടരുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നവർക്ക് തിരികെ വരാൻ പുതിയ വിസ ആവശ്യമായിരിക്കുകയും എന്നാൽ അവരുടെ H-1B വിസ അപ്പോയിന്റ്മെന്റ് ഇതുവരെ റീഷെഡ്യൂൾ ചെയ്യാതിരിക്കപ്പെടുകയും ചെയ്യുന്നവർ ഇവർക്കും ഭാവിയിൽ അപകടങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നും മൈക്രോസോഫ്റ്റ് പറയുന്നുണ്ട്. യാത്രക്കിടയിൽ അപ്പോയിന്റ്മെന്റ് റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടാൽ അവർ വിദേശത്ത് കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് നിലവിൽ ഇന്ത്യയിൽ നിരവധി H-1B ഹോൾഡർമാർ നേരിടുന്ന ഒരു ദുരിത സാഹചര്യമാണ്. മറ്റ് കോൺസുലേറ്റുകളിൽ കാലതാമസം എത്രത്തോളം വ്യാപകവും ഗൗരവമുള്ളതാണെന്ന് ഞങ്ങൾ ഇപ്പോഴും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും മൈക്രോസോഫ്റ്റ് പ്രാഥമിക മെമ്മോയിൽ പറയുന്നു. H-1B, H-4, FJM എന്നിവ കൂടാതെ മറ്റ് വിസ വിഭാഗങ്ങളെക്കുറിച്ചും മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ അവർക്ക് സമാനമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ലെങ്കിലും ഭാവിയിലെ കാര്യങ്ങൾ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഇൻസൈഡർ പരിശോധിച്ച ചെന്നിന്റെ മെമ്മോയിൽ യഥാർത്ഥ സമയത്തുള്ള സ്വാധീനം കാര്യക്ഷമമായി ട്രാക്ക് ചെയ്യാൻ ജീവനക്കാർ കമ്പനിക്ക് ആവശ്യമായ ഡാറ്റ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും വിസ വിഭാഗത്തിനായി US കോൺസുലേറ്റിൽ വിസ അപ്പോയിന്റ്മെന്റ്
അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിശദാംശങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾ ഒരു സർവേ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും കമ്പനിയുടെ ഇമിഗ്രേഷൻ കൗൺസിൽ കൂട്ടിച്ചേർത്തു. സർവേയിലെ പ്രതികരണങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇത് ബാധിച്ച എല്ലാ കോൺസുലേറ്റുകൾ വിസ ഉടമകൾക്ക് അയക്കുന്ന റീഷെഡ്യൂളിംഗ് അറിയിപ്പുകളുടെ സമയക്രമം, കാലതാമസത്തിന്റെ ദൈർഘ്യം, ഏതൊക്കെ തരം വിസകളാണ് ലക്ഷ്യമിടുന്നത് എന്നിവയെല്ലാം ട്രാക്ക് ചെയ്യാൻ മൈക്രോസോഫ്റ്റിനെ സഹായിക്കും. പുതിയ വിസ സ്റ്റാമ്പ് ലഭിക്കുന്നതുവരെ അമേരിക്കയിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്ത വിദേശത്തുള്ള ജീവനക്കാരെ ട്രാക്ക് ചെയ്യാനും ഇത് ഉപകരിക്കും. നിലവിൽ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ജീവനക്കാർക്ക് ഇത് ഒരു ആശങ്ക നിറഞ്ഞ നിമിഷമാണെന്ന് ഞങ്ങൾക്കറിയാം. സാധ്യമായ ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വ്യക്തവും ചിട്ടയായതുമായ മാർഗനിർദ്ദേശങ്ങൾ നേരിട്ട് നൽകുമെന്ന് പറഞ്ഞാണ് മെമ്മോ അവസാനിപ്പിക്കുന്നത്.